പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ശ്രമത്തിൽ ഇന്ത്യയുടെ DRDO ഒരു നിർണായക ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 1500 HP ഡാർട്ടൺ എഞ്ചിൻ നിലവിൽ അതിപ്പോൾ അമേരിക്കയിൽ കർശനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയുടെ അഭിലാഷ പദ്ധതിയായ ഫ്യൂച്ചറിസ്റ്റിക് മെയിൻ ബാറ്റിൽ ടാങ്ക് അഥവാ FMBT ഈ പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ ശക്തമായ എഞ്ചിൻ. അതായത് ഡാർട്ടൺ 1500 നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകം തന്നെ ഇവർ ഇതിന്റെ 3 പ്രോട്ടോടൈപ്പ് യൂണിറ്റുകൾ നിർമ്മിച്ചും കഴിഞ്ഞു. സമഗ്രമായ വിലയിരുത്തൽ ഉറപ്പാക്കുന്നതിന് വിപുലമായ പരീക്ഷണങ്ങൾക്കായി 20 എഞ്ചിനുകൾ കൂടി വികസിപ്പിക്കാൻ BEL ഇപ്പോൾ പദ്ധതിയിടുന്നുമുണ്ട്. ഈ എഞ്ചിന്റെ പരീക്ഷണ സൗകര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. എന്നാൽ അത് ചെറിയ എഞ്ചിനുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള ഒരു സൗകര്യമാണ്. എന്നാൽ ഉയർന്ന ശക്തിയുള്ള ഡാർട്ടൺ 1500നെ വിലയിരുത്തുന്നതിന് നിലവിൽ വിദേശത്ത് ലഭ്യമായ പ്രത്യേക അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ അമേരിക്കയിൽ കർശനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഈ എഞ്ചിന്റെ വിജയകരമായ വികസനവും വിന്യാസവും ഇന്ത്യയുടെ പ്രതിരോധ ശേഷികളിൽ കാര്യമായ സ്വാധീനം തന്നെ ചെലുത്തും. പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ നടക്കുകയും പ്രതീക്ഷിച്ചതുപോലെ 2028 അവസാനത്തോടെ എഞ്ചിൻ ഉൽപാദനത്തിലേക്ക് കടക്കുകയും ചെയ്താൽ ഇന്ത്യ തങ്ങളുടെ കവചിത വാഹനങ്ങൾക്കായി വിദേശ പവർ ട്രെയിൻ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും ഇത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഡിഫൻസിലെ മറ്റൊരു അപ്ഡേറ്റ്സ് ആണ് കാരിയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ഡെക്ക് അധിഷ്ഠിത അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾ അതായത് UCAV വികസിപ്പിക്കുന്നതിനുള്ള ഒരു തകർപ്പൻ സംരംഭത്തിന് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഖഡക് UCAVയെ ഈ അഭിലാഷ പദ്ധതി ഉപയോഗപ്പെടുത്തും. കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ട്രൈ കാവേരി എഞ്ചിൻ ഉപയോഗിച്ചായിരിക്കും ഇത് പ്രവർത്തിക്കുക. ഇന്ത്യയുടെ ഖഡക് UCAV വികസിപ്പിച്ചെടുത്ത എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റുമായി നാവികസേന ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ആഴത്തിലുള്ള സ്ട്രൈക്ക് ദൗത്യങ്ങൾക്കായി സ്റ്റെൽത്ത് UCAVയായി വിഭാവനം ചെയ്ത ഖഡക്കിനെ കാരിയർ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക മാറ്റം വരുത്തി ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വികസിപ്പിക്കും. ഈ ഖഡക് UCAVയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി അതിനെ പരിഷ്കരിച്ച് 13 ടണ്ണിൽ നിന്നും 14 ടണ്ണോ അതിൽ കൂടുതലോ ആയി വർദ്ധിപ്പിച്ച് വികസിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഇന്ധനശേഷി, പേലോഡ്, മാനുവറബിലിറ്റി എന്നിവ ഒപ്റ്റിമൈസ് ചെയ്ത് കാരിയർ ഡെക്കിൽ നിന്ന് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയത്തക്ക രീതിയിൽ ഇതിനെ വികസിപ്പിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ അണ്ടർ കാരിയേജിനെ ശക്തിപ്പെടുത്തുകയും ഇതിന്റെ ലാൻഡിങ്ങുകൾക്കായി ഒരു ടെയിൽ ഹുക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. കാവേരി എഞ്ചിന്റെ നോൺ ആഫ്റ്റർ ബേണിംഗ് പതിപ്പായ ട്രൈ കാവേരി എഞ്ചിനാണ് ഖഡക്കിന്റെ നാവിക വകഭേദത്തിന് കരുത്തു പകരുന്നത്. നാവിക പ്രവർത്തനങ്ങളായി എഞ്ചിൻ പൊരുത്തപ്പെടുത്തുന്നതിന് കൂടുതൽ ഒപ്റ്റിമൈസേഷനും ആവശ്യമാണ്. ആളില്ലാ സംവിധാനങ്ങളെ അതിന്റെ വ്യോമയാന ശേഷികളിൽ സംയോജിപ്പിക്കുക എന്ന ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപരമായ കാഴ്ചപ്പാടുമായിട്ടാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAVകൾ ഉൾപ്പെടെ UCAVകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിഗണനകളോടെയാണ് വരാനിരിക്കുന്ന തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ IAC-2 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡെക്ക് അധിഷ്ഠിത UCAV മനുഷ്യനെ വഹിക്കുന്ന വിമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇത് ആഴത്തിലുള്ള സ്ട്രൈക്കുകൾ, നിരീക്ഷണം, സാധ്യതയുള്ള ഇലക്ട്രോണിക് യുദ്ധം എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന കഴിവുകളുടെ ഒരു മിശ്രിതമായിരിക്കും. ഇത് നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപരമായ വ്യാപ്തിയും പോരാട്ട ഫലപ്രാപ്തിയും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെയുള്ള ഡിഫൻസ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.